പി വി അൻവർ ഇനി എങ്ങോട്ട് എന്ന ചോദ്യം അദ്ദേഹത്തിന് മുമ്പിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരു ഓപ്ഷൻ അദ്ദേഹത്തിന് വേണമെങ്കിൽ രാഷ്ട്രീയം അവസാനിപ്പിക്കാം, രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാം. ഞാൻ ഇനി ഇതിന്റെ കൂടെ മാത്രമേ ഉള്ളൂ, എൻ്റെ ബിസിനസ്സും കാര്യങ്ങളുമായി ഞാൻ മുമ്പോട്ട് പോവുകയാണ് എന്ന് അദ്ദേഹത്തിന് പറയാം. അങ്ങനെ പറയുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ പോലും അത് അന്നിങ്ങനെ ചെയ്യുമോ എന്നുള്ളത് എനിക്കിപ്പോഴും ഉറപ്പില്ല. ഒരുപക്ഷെ ചെയ്യാൻ സാധ്യത വളരെ കുറവുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. രണ്ടാമത്തെ അൻവറിന്റെ ഓപ്ഷൻ എല്ലാവർക്കും അറിയുന്നത് പോലെ സ്വതന്ത്രനായി നിൽക്കുക എന്ന്. ഇപ്പോ ഏറ്റവും തമാശയുള്ള ഒരു കാര്യം, അൻവർ ഇപ്പൊ രാജിവെച്ചത്. അൻവർ രാജിവെച്ചാൽ വയനാടിനോടൊപ്പം വയനാട് മണ്ഡലത്തിന്റെ കൂടി ഭാഗമായ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന ഒരോളമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒരു സംശയവും വേണ്ട. രണ്ട് ഇലക്ഷനും ഒന്നിച്ച് നടത്തിയാൽ അതിന്റെ അഡ്വാൻറ്റേജ് UDF-നാവും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം കൂടുതൽ ശക്തമാവുക പ്രിയങ്ക ഗാന്ധിയുടെ വരവാണ്. ആ ഘട്ടത്തിൽ അൻവറിന് സ്വതന്ത്രനായി അവിടെ മത്സരിച്ചു നിൽക്കുക. LDF-ഉം UDF-ഉം BJP നിൽക്കുന്നിടത്ത് അൻവർ സ്വതന്ത്രനായി മത്സരിച്ചു. നമുക്കറിയാം, അൻവർ മുമ്പ് ഏറനാട് സ്വതന്ത്രനായി മത്സരിച്ച് ഏതാണ്ട് 2ാം സ്ഥാനത്ത് വന്നാണ്. CPI 4ാം സ്ഥാനത്തേക്ക് പോയി ഏറനാട് സ്ഥാനാർത്ഥി. അപ്പൊ എന്ന് പറഞ്ഞാൽ അൻവറിന് അവിടെ വ്യക്തിപരമായ വോട്ടുകൾ ഉണ്ടാവും. അൻവറിന്റെ പണമുണ്ട്, ബന്ധുബലമുണ്ട്, സൗഹൃദ ബന്ധബലമുണ്ട്, ഒക്കെ ഉണ്ടാവും. അങ്ങനെ വന്നാൽ LDF-ന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിന്റെ വലിയൊരു പങ്ക് അൻവർ പിടിക്കും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. 2700 വോട്ടിനാണ് കഴിഞ്ഞ തവണ അൻവർ ജയിച്ചത് എന്ന് പറഞ്ഞാൽ ആ ബാലൻസ് മുഴുവൻ തെറ്റും. അവിടെ UDF ഈസി ആയിട്ട് ജയിക്കും. അൻവർ ജയിച്ചില്ലെങ്കിൽ അൻവർ 2ാം സ്ഥാനത്ത് വരും. LDF 3ഓ 4ഓ സ്ഥാനത്തേക്ക് പോകും. അങ്ങനെ വന്നാൽ ഗവൺമെന്റിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും അത്. അങ്ങനെ ഒരു ഓപ്ഷൻ അൻവറിന്റെ മുമ്പിലുണ്ട്. മൂന്നാമത്തെ അൻവറിന്റെ ഓപ്ഷനാണ് പൊതുവെ ആളുകൾ കണക്കാക്കുന്നത്. അതാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ നൽകിയ ഒരു സൂചന. അൻവർ പ്രതിപക്ഷത്തേക്ക് പോവുകയാണ് എന്നതാണ്. അൻവറിന് പ്രതിപക്ഷത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ ചില ലോക്കൽ നേതാക്കന്മാർക്കൊക്കെ അൻവർ വരണമെന്നുണ്ടാവും. പക്ഷേ അൻവറിനെ ഇതേപോലെ UDF-ലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിൽ എതിർപ്പുള്ള ഒരുപാട് പേർ UDF-ൽ തന്നെ ഉണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം, അൻവറിന്റെ നല്ല അല്ലെങ്കിൽ പരിസ്ഥിതി ദ്രോഹങ്ങളൊന്നും ആവില്ല അവരുടെ പ്രശ്നം. അവർ ഉയർത്തിക്കാട്ടാൻ പോകുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അൻവർ ഉന്നയിച്ച ഏറ്റവും വൃത്തികെട്ട ഒരു ആരോപണമുണ്ട്. അതായത് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന്. അത് കേട്ട് ചിരിക്കുകയും കൈകൊട്ടുകയും അത് ശരിവെക്കുകയും ചെയ്ത ആളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് ആലോചിക്കും. അപ്പോ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ വേണ്ടി വരും, അവരും വരികയാണ്. അപ്പോൾ അങ്ങനെ പരിശോധിക്കാൻ പോവുകയാണെങ്കിൽ ആ കാര്യത്തിൽ അൻവർ പറഞ്ഞ കാര്യം, അൻവർ ഇന്നലെ ചെറിയ തോതിൽ ഒന്ന് ചവിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങനെയല്ല, ഗാന്ധി കുടുംബത്തോട് എനിക്ക് സ്നേഹമുണ്ട്, ഞാൻ കോൺഗ്രസ് ആയിരുന്നു, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത്ര എളുപ്പത്തിൽ മാച്ച് കളയാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല രാഹുൽ ഗാന്ധിക്കെതിരെ. മാത്രവുമല്ല, അൻവർ ചെയ്തിട്ടുള്ള മറ്റ് തെറ്റുകൾ, അത് ക്രിമിനൽ കുറ്റങ്ങൾ പലതും, കയ്യേറ്റമായാലും തടയണ നിർമ്മാണമായാലും പാർക്ക് നിർമ്മാണമായാലും ഒക്കെ തന്നെ ഒരു പരിധിവരെ കോൺഗ്രസിനകത്തും ലീഗിനകത്തും കുറെ പേർക്കെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാക്കാവുന്ന കാര്യമാണ്. എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ സുധാകരന്റെ ഭാഷയിൽ അൻവർ തിരുത്തി വന്നാൽ എടുക്കാം എന്ന് പറയുന്ന ഒരു രീതി വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അൻവറിന് UDF-ലേക്കുള്ള പ്രവേശനം ഒരു സാധ്യത ആയി അവിടെ നിലനിൽക്കുന്നു. ഈ 3-4 ഓപ്ഷനുകളിൽ അൻവർ ഏത് തിരഞ്ഞെടുക്കുമെന്നത് നിശ്ചയിക്കുന്നത് അൻവർ മാത്രമാവില്ല. കാരണം UDF തീരുമാനിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ CPM-ന് തീരുമാനിച്ചു കഴിഞ്ഞല്ലോ അൻവറിനെ പുറത്താക്കി. അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് പോകും. ഈ 4ാമത് ഒരു സാധ്യതയും ഇല്ലെങ്കിലും ഞാനൊരു ഓപ്ഷൻ പറയുകയാണ്. അൻവറിനെ CPI എടുത്താലോ, CPI സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ അൻവർ മത്സരിക്കാൻ തീരുമാനിച്ചാലോ എന്ന ചോദ്യമുണ്ട്. CPI-യുടെ ആളായി അൻവർ മാറുകയും അവിടെ മത്സരിച്ചില്ലെങ്കിൽ പോലും അൻവറിന് വന്നാൽ അങ്ങനൊരു സാധ്യതയുണ്ടോ? കാരണം CPI തന്നെ ഇപ്പോൾ ഇവിടെയുള്ള 4 മന്ത്രിസ്ഥാനവും ചില വിപ്പ് സ്ഥാനവും ചില കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനവും ഉള്ളതുകൊണ്ട് മാത്രം CPM-ന്റെ കൂടെ നിൽക്കുന്നതാണ് എന്ന് വ്യക്തമാണ്. പിന്നെ നട്ടലിലുള്ള സെക്രട്ടറി ഒന്നും അതിനില്ല. അതിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു ഒക്കെ ജനയോഗത്തിൽ എഴുതുമെങ്കിലും ബിനോയ് വിശ്വം ഇതുവരെ വായ തുറന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയെ വിശ്വാസമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ CPM-ലേക്ക് പോകാം, എന്നിട്ട് ബാക്കി CPI-കാരൊക്കെ വേറെ വരികയും അങ്ങനെ വന്നാൽ CPI-ക്കകത്തുള്ള ഈ സംഘർഷം അൻവറിനെ ഏത് വിധത്തിൽ, അൻവറിന്റെ യാത്രയെ ഏത് വിധത്തിൽ സഹായിക്കും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ CPI സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ കൂടെ പോവുക എന്നത് ഒരു പുതിയ കാര്യമല്ല. ഒരുപാട് കൊല്ലം 1969 മുതൽ 80 വരെ CPM-നെതിരായി കോൺഗ്രസിന്റെ കൂടെ അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്തും കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്തും ഒക്കെ CPI നിന്നിട്ടുണ്ട്.
പിന്നെ വിട്ടുപോന്നിട്ടുണ്ടെന്നുള്ളത് വേറെ കാര്യം. ബട്ടിട്ട കോൺഗ്രസ് ഒക്കെ ഉണ്ട്. പക്ഷേ വീണ്ടും പോകാൻ ഇപ്പോൾ അതിനേക്കാൾ നല്ല കാരണമുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ ഡി രാജ ഇടതുപക്ഷത്തിന്റെ മുഖമായി മാറുകയാണ്. യെച്ചൂരി പോയതിനു ശേഷം ഡി രാജയായിരിക്കും ഇടതുപക്ഷത്തിന്റെ മുഖം. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന്റെ കൂടെ മുന്നണിയിൽ ഇപ്പോൾ തന്നെ അവരുണ്ട്. ഇന്ത്യ മുന്നണിയിലെ സംഘാടക സമിതിയിൽ, കോർഡിനേഷൻ കമ്മിറ്റിയിൽ CPI ഉണ്ട്. CPM ഇല്ലാന്നുള്ളൂ. അത് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ്. നാളെ പിണറായി വിജയന്റെ ആധിപത്യം CPM അവസാനിച്ചാൽ അവർ പോകില്ല എന്ന് പറയാൻ പറ്റില്ല. അത് അവസാനിക്കുമെന്നും പറയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ CPI ഇന്ത്യ മുന്നണിയുടെ ഭാഗം എന്ന നിലയ്ക്ക് UDFന്റെ കൂടെ വരാൻ തീരുമാനിച്ചാൽ അത് കേരളത്തിൽ ഏതാണ്ട് CPMന്റെ അന്ത്യശ്വാസം ഉണ്ടാക്കും. കാരണം ഇപ്പോൾ CPIയിലെ കുറെ ആളുകളെങ്കിലും ഈ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ തുറന്നു തന്നെ പറയാൻ തയ്യാറായിട്ടുണ്ട്. കുറെ ആളുകൾ, എല്ലാവരും ഇല്ല. അപ്പൊ അവര് കൂട്ടത്തോടെ ഇതിന് ഈ മുന്നണിയിൽ നിൽക്കേണ്ട കാര്യമില്ല എന്ന് പ്രഖ്യാപിക്കുകയും തൽക്കാലം ഒരു 1-1.5 വർഷം ഇതിന്റെ കൂടെ നിൽക്കുകയും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ നിൽക്കുകയും, അപ്പോൾ 1 വർഷം കൂടിയിട്ട് അത് കഴിയുന്നവരെ നിൽക്കുകയും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം ഉണ്ടാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ CPMലും പിണറായി വിജയനിലും വിട്ട് CPIക്ക് വേണമെങ്കിൽ ഞങ്ങൾ അഖിലേന്ത്യാ തലത്തിലുള്ള കോൺഗ്രസിന്റെ മുന്നണിയിലേക്ക് പോവുകയാണ്, BJPയെ സഹായിക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്നതുകൊണ്ട് ഇന്ത്യ മുന്നണിയിൽ അവർക്ക് സ്ഥാനമില്ല, ആ അർത്ഥത്തിൽ വരാം. ഇതൊക്കെ മുന്നിൽ വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനു മുമ്പ് CPI നേരിടുന്ന ഒരു വലിയ പരീക്ഷണമുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. വയനാട്ടിലെ തെരഞ്ഞെടുപ്പാണ്. വയനാട്ടിൽ CPIക്കുള്ള സീറ്റാണ്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വരുമ്പോൾ CPI എന്ത് നിലപാടെടുക്കും? CPI സ്ഥാനാർത്ഥിയെ നിർത്തുമോ? സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുമോ? CPIക്ക് വേണമെങ്കിൽ തന്ത്രപരമായി പറയാം, പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ വരേണ്ടതാണ്, അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നാൽ പ്രിയങ്കയും ഞങ്ങൾ ഒന്നിച്ചാണ്. അതുകൊണ്ട് പണ്ട് അനി രാജയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുമ്പോൾ നിങ്ങൾ അവിടെ പോയാൽ ആര് പ്രധാനമന്ത്രിയാവാനാണ് വോട്ട് ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാനാണ് ഞാൻ വോട്ട് ചെയ്യുക എന്ന് അനി രാജയ്ക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ കുറെ കൂടി വളരെ കൃത്യമാണ് കാര്യം. BJPക്കെതിരായി നിൽക്കാൻ ഏറ്റവും ശക്തിയുള്ളത് കോൺഗ്രസിനാണ് എന്ന് അഖിലേന്ത്യാ തലത്തിൽ പ്രഖ്യാപിക്കുകയും രാഹുൽ ഗാന്ധിയും അതുപോലെ പ്രിയങ്ക ഗാന്ധിയും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായി വരികയും ചെയ്യുമ്പോൾ CPI വയനാട്ടിൽ എന്ത് നിലപാടെടുക്കും എന്നത് കഴിഞ്ഞ തവണയൊക്കെ നിന്നത് പിണറായി വിജയന്റെ നിർബന്ധം കൊണ്ടാണ്. അനി രാജ എന്നെ പറഞ്ഞത് തെറ്റായിരുന്നു ഞാനവിടെ മത്സരിച്ചെന്ന്. അപ്പോൾ ഇനി എന്ത് നിലപാടെടുക്കും? ഏതെങ്കിലും ഒരു ചോട്ടാ CPI നേതാവിനെ അവിടെ കൊണ്ട് നിർത്തി പരാജയപ്പെടുത്തുമോ? അതോ മാഗ്നാനിമസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന രൂപത്തിൽ ഉദാരമനസ്കരായി ഞങ്ങൾ ഇതാ മത്സരിക്കുന്നില്ല, ഇത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നില്ല എന്ന് CPI തീരുമാനിച്ചാൽ അത് CPMന് കിട്ടുന്ന ഏറ്റവും വലിയ അടിയാണ്. അവിടുന്ന് തുടങ്ങും ഇതിന്റെ എന്താ പറയുക ചലനത്തിന്റെ വേഗതകൾ. ഇതൊക്കെ കേരള രാഷ്ട്രീയം കാണാനിരിക്കുന്ന കാര്യങ്ങളാണ്.